ജീവിതത്തിൻ്റെ ആദർശങ്ങളാക്കി മാറ്റുക. മറ്റുള്ളവർ ചോദിക്കേണ്ടത് എന്താണെന്നറിയോ? എത്രയാണ് നിന്റെ ബാങ്ക് ബാലൻസ് എന്നല്ല, നിനക്ക് എങ്ങനെ ഇങ്ങനെ സന്തോഷത്തോടെ ഇരിക്കാൻ സാധിക്കുന്നു? എന്നോട് എൻ്റെ എല്ലാ കൂട്ടുകാരും ചോദിക്കുന്നതാണ്, അമ്മ നീ എപ്പോഴും ഹാപ്പിയാണ്, എന്താ അതിൻ്റെ സീക്രട്ട്? എനിക്ക് കാണിച്ചു കൊടുക്കാൻ എൻ്റെ കിച്ചൂട്ടനേ ഉള്ളൂ. കാരണം എൻ്റെ ലോകം എൻ്റെ ഭഗവാനാണ്, ഞാൻ അതിൽ ഹാപ്പിയാണ്. എനിക്ക് എന്ത് ദുഃഖം വരികയാണെങ്കിലും അതെൻ്റെ ഭഗവാൻ അറിയാതെ വരുന്നില്ല. എനിക്ക് എന്ത് സന്തോഷം ലഭിക്കുകയാണെങ്കിലും അതെൻ്റെ ഭഗവാൻ അറിയാതെ വരുന്നില്ല. മനസ്സിലായില്ലേ? അപ്പോൾ അത് എനിക്ക് എൻ്റെ ഭഗവാൻ തരുന്നതാണ്. ഇപ്പം ഗുരുവായൂർ മഞ്ജരീസിലൂടെ ഇത്രയധികം ആളുകളെ എനിക്ക് കിട്ടി. എത്രയോ പേര്, നിങ്ങളിൽ ഒരു 80% ആളുകളെയും ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല. പക്ഷെ നിങ്ങൾ എവിടെ ഏത് സ്ഥലത്ത് വെച്ചിട്ടായാലും എന്നെ ഐഡൻറ്റിഫൈ ചെയ്യും, അല്ലേ? അപ്പോൾ എനിക്ക് ഭഗവാൻ നൽകിയ വലിയ അനുഗ്രഹമാണ് നിങ്ങളൊക്കെ. എത്രയോ പേര് എനിക്ക് അമ്മയെന്ന് വിളിക്കാനും അച്ഛാന്ന് വിളിക്കാനും ചേട്ടാന്ന് വിളിക്കാനും മുതലാളിന്ന് വിളിക്കാനും പേര് വിളിക്കാനും ഒക്കെ. ഇപ്പം ഞാൻ അന്ന് കോട്ടയം വന്നില്ലായിരുന്നു. കോട്ടയം വന്ന സമയത്ത് എനിക്ക് നമ്മുടെ മോനപ്പ മുതലാളി കുറേ ചക്കക്കുരു തന്നു. ഞാൻ ഇന്ന് എൻ്റെ വീട്ടിൽ അതാണ് കറി വെച്ചത്. ആലോചിച്ച് നോക്കൂ. അപ്പം ഞാൻ ചിന്തിക്കായിരുന്നു, അത് ഉച്ചയ്ക്ക് കഴിക്കുമ്പോൾ എവിടെയോ ഇരുന്നൊരു വ്യക്തി, അല്ലേ? അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ അച്ചാറ് വെച്ചിരിക്കുന്നത് പ്രസന്നാമ തന്നതാണ്. കൂട്ടത്തിൽ എനിക്ക് പഴനിയിൽ പോയപ്പോൾ അവിടുന്ന് ഒരു 2-3 ദിവസം കണ്ട ഒരമ്മ, ശാന്താമാതാജിക്ക് അറിയാം. ആ അമ്മ, ഞാൻ അവിടെ പോയിട്ടാണ് കുറച്ച് 1-2 സാധനങ്ങളൊക്കെ വാങ്ങിച്ചത്. അപ്പോൾ ഓരോ സംസാരങ്ങൾ ഇങ്ങനെ സംസാരിച്ചപ്പോഴേക്കും ആ അമ്മ ഒരു ബക്കറ്റ് നിറയെ, ഒരു കുഞ്ഞ് ബക്കറ്റ് നിറയെ എനിക്ക് കണ്ണിമാങ്ങ അച്ചാർ തന്നു. അതും എൻ്റെ വീട്ടിലുണ്ട്. അപ്പം ഞാൻ ആലോചിക്കായിരുന്നു, ഭഗവാനെ, എനിക്ക് എവിടെയോ ഉണ്ടായിരുന്ന ഒരമ്മ, പിന്നെ അതുപോലെ ഞാൻ മുതലാളിന്ന് ഇഷ്ടത്തോടെ വിളിക്കുന്ന സുരേഷ് മോനപ്പൻ പ്രഭു, അപ്പം അവരൊക്കെ ഇപ്പോൾ ഒരുപാട് പേര് കേട്ടോ. അപ്പം അവരൊക്കെ എനിക്കിത് തന്ന്, ചെന്നൈയിൽ ഞാൻ ജീവിക്കുമ്പം ഇത് കഴിക്കണമെങ്കിൽ, എൻ്റെ കൂട്ടുകാരും ഒരുമിച്ചിരുന്ന് അത് കഴിക്കണമെങ്കിൽ ഭഗവാൻ എത്രത്തോളം എന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു. നമുക്ക് കോടികളും ലക്ഷങ്ങളും ഒന്നും തരുന്നതല്ല, ആ ഒരു സ്നേഹം, ആ ഒരു കരുതൽ, അല്ലേ? അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ വിളിക്കാം, മോളെ സുഖമാണോ, സുഖമായിരിക്കുന്നു, എന്തായി മോളെ, കുഴപ്പമൊന്നുമില്ലല്ലോ, എന്ത് കഴിച്ചു, ഈ ഒരു ചോദ്യം, ഇതൊക്കെ എത്ര മനോഹരമാണെന്നറിയാമോ? അപ്പം അങ്ങനെയൊക്കെ എന്താ പറയുക, ലഭിക്കണമെങ്കിൽ ഇതൊക്കെയാണ് ജീവിതത്തിൽ നമ്മൾക്ക് കിട്ടുന്ന അനുഗ്രഹം എന്ന് പറയുന്നത്. അല്ലാതെ വലിയ വലിയ കാര്യങ്ങൾ അത് വരണമെങ്കിൽ വരട്ടെ, ഇല്ലെങ്കിൽ ഇല്ല. ആ മനോഭാവത്തോടെ എന്നും ഭഗവാനോട് കൂടി ചേർന്നിരിക്കാൻ ശ്രമിക്കുക. നമുക്ക് എന്തില്ല എന്നതിനെക്കുറിച്ച് നമ്മൾ ഒരിക്കലും ദുഃഖിക്കാൻ പാടില്ല. എന്തൊക്കെ ഭഗവാൻ നൽകി എന്നുള്ളതിനെക്കുറിച്ച് വേണം നമ്മൾ ചിന്തിക്കാൻ. നൽകിയതിനെക്കുറിച്ചൊന്നും കാണാതെ ഇല്ലാത്തതിനെക്കുറിച്ച് ഒരു കംപ്ലൈൻറ്റ് പറയാൻ ഒരിക്കലും ഗുരുവായൂരമ്പലത്തിൻ്റെ നടയിലേക്ക് നമ്മൾ പോകരുത്. ആ നടയിൽ എത്താൻ പോലും കഴിയാതെ എത്രയോ കോടിക്കണക്കിന് ജനങ്ങൾ യൂട്യൂബിലൂടെയും ഫേസ്ബുക്കിലൂടെയും ആ തിരുനട കാണാൻ ശ്രമിക്കുന്നു. ആ സമയത്ത് നമ്മൾക്ക് മാസത്തിൽ 2-3 തവണ അവിടെ എത്താൻ സാധിക്കുന്നുണ്ട്, ഇല്ലേ? അപ്പം അതുകൊണ്ട് എന്നും ഭഗവാനോട് നമ്മൾ നന്ദിയുള്ളവരായിരിക്കുക. ഭഗവാനോട് എന്നും സ്നേഹത്തോടെ നന്ദി പറയാൻ ശ്രമിക്കുക. അങ്ങനെ ഭഗവാനോട് പരാതികളെല്ലാം നമ്മൾ പറയേണ്ടത്. ഒരിക്കലും പരാതി പറയരുത്. നമുക്കൊരു പരാതിയുമില്ല. നമ്മൾക്ക് എന്താണോ ആവശ്യം അത് ഭഗവാൻ കൃത്യമായിട്ട് കൊണ്ടുവരും. അതെങ്ങനെ കറങ്ങി തിരിഞ്ഞാലും ശരി, നമ്മളിലേക്ക് എത്തേണ്ടതാണെങ്കിൽ ഭഗവാൻ അത് നമുക്ക് തന്നിരിക്കും. ഓക്കെ, റെഡി? ഇനി നാളെ മുതൽ ആരും എനിക്ക് മാതാജി എന്നും പറഞ്ഞിട്ട് പരാതി ഇടരുത്. പരാതി ഇട്ട് കഴിഞ്ഞാൽ അവരെ ഞാൻ അഡ്മിനാക്കും, ലൈവ് ക്ലാസ് എടുപ്പിക്കും. വേണോ? തീർച്ചയായിട്ടും മുതലാളി. പണം ഇന്ന് വരും, നാളെ പോകും. സ്നേഹമാണ് എപ്പോഴും നിലനിൽക്കുന്നത്. അത് മഞ്ജരീസിൻ്റെ ഗെറ്റ് ടുഗദറിൽ വെച്ചിട്ട് ഞാൻ കണ്ടിട്ടുള്ളതാണ്. 2 ദിവസത്തേക്കൊക്കെ പറഞ്ഞ് ഗെറ്റ് ടുഗദർ പ്ലാൻ ചെയ്യും, പക്ഷെ 2 ദിവസം കഴിഞ്ഞാലും ആരും പോയില്ല എന്നുള്ളതാണ് വാസ്തവം. എനിവേ, നമുക്ക് ശങ്കരമഞ്ജരിയിലേക്ക് പോവാം. ഇന്നലെ നമ്മൾ ശങ്കരമഞ്ജരിയിലൂടെ പഠിച്ചത്, ഇന്ന് ആരും ഉറക്കം വരുന്നു എന്ന് പറയരുത് കേട്ടോ. ഒരു ദിവസം ഞാൻ എക്സ്ക്യൂസ് തന്നു, ഇനി തരില്ല. അപ്പോൾ ഇങ്ങനെ നമ്മുടെ ശങ്കരാചാര്യർ കുറേ സ്ഥലങ്ങളെല്ലാം സഞ്ചരിച്ച് അദ്ദേഹത്തിൻ്റെതായ കുറേ നിഷ്ഠകളും കാര്യങ്ങളും അറിവുകളൊക്കെ പങ്കുവെച്ചുകൊണ്ടിരിക്കെ പലർക്കും അതിൽ വിദ്വേഷമുണ്ടായി. അപ്പം കുറേ ആൾക്കാർ വിചാരിച്ചു, ഈ ആചാര്യൻ്റെ മതപരമായിരിക്കുന്ന ഉപദേശം കാരണം ഒരുപാട് ആളുകൾ ആ ഒരു ആചാര്യൻ്റെ വഴിയിലൂടെ വരുന്നുണ്ട് നിഷ്ഠയായ ഒരു ജീവിതത്തിലേക്ക്. ഇത് ശരിയാവില്ല. കാബാലിക സംഘക്കാരാണ് ഇത് കൂടുതൽ ചിന്തിക്കുന്നത്. എങ്ങനെയെങ്കിലും ഇദ്ദേഹത്തെ ഇല്ലാതെയാക്കണം എന്ന് ചിന്തിച്ചു. ഏറ്റവും വലിയ ക്ഷോഭം, ദേഷ്യം അവർക്കാണ്. അങ്ങനെ കർണാടക ദേശത്തിലുള്ള കാബാലിക രാജാവായിരുന്ന ക്രഗജൻ, അദ്ദേഹം എന്തു ചെയ്യുന്നു? എങ്ങനെയെങ്കിലും ശങ്കരാചാര്യരെ അവസാനിപ്പിക്കണമെന്ന് കരുതിയിട്ട് ആചാര്യനെ വധിക്കാൻ വേണ്ടി ശ്രമം നടത്താണ്. ആ കാര്യം താൻ ഏറ്റു എന്നാണ് ഉഗ്രഭൈരവൻ പറയുന്നത്. ഉഗ്രഭൈരവൻ പറയുന്നു ക്രഗജനോട്, ഞാൻ അദ്ദേഹത്തെ വധിച്ചോളാം എന്ന്. അങ്ങനെ കാബാലിക മതസംഘങ്ങളിലെ
അതിവൃദ്ധനായിരിക്കുന്ന ഏറ്റവും പ്രായം കൂടിയ ഒരു സാധകനാണ് ഈ ക്രഗജ ശിഷ്യനായിരിക്കുന്ന ഉഗ്രഭൈരവൻ. ക്രഗജന്റെ ശിഷ്യനാണ് അയാൾ, ഉഗ്രഭൈരവൻ. ആ സമയം ശ്രീശൈലത്തിലാണ് നമ്മുടെ ശങ്കരാചാര്യർ ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മുടെ ഈ ക്രഗജൻ ഇയാൾ ഉണ്ടായിരുന്ന നമ്മുടെ ഉഗ്രഭൈരവൻ ഉണ്ടായത്. അദ്ദേഹം അവിടെ ശ്രീശൈലത്തിൽ താമസിച്ചുകൊണ്ട് അവിടെ ഉണ്ടായിരുന്ന കാപാലികരുടെ നേതൃത്വമെല്ലാം വഹിച്ചിങ്ങനെ വരുമായിരുന്നു അയാൾ. ആചാര്യനുമായിട്ട് തർക്കിച്ചു നോക്കിയിട്ട് ആ തർക്കത്തിൽ തോറ്റുപോയത് കൊണ്ട് ക്രഗജൻ പറഞ്ഞതനുസരിച്ച് കൗശല ബുദ്ധിയിൽ ആചാര്യനെ വധിക്കാമെന്ന് ഉഗ്രഭൈരവൻ തീർച്ചപ്പെടുത്താണ്. നേരിട്ടുള്ള ഒരു ഇത് നടക്കില്ല. അപ്പം നല്ല കൗശലമായിരിക്കുന്ന ബുദ്ധിയോടുകൂടി വേണം ആചാര്യനെ വധിക്കാൻ. അങ്ങനെ തീരുമാനിച്ചിട്ട് ഒരു ദിവസം ആചാര്യൻ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ ഉഗ്രഭൈരവൻ നേരെ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. ആചാര്യൻ ഒറ്റയ്ക്ക് ഇരിക്കുക. അപ്പോൾ ഈ ഉഗ്രഭൈരവൻ എന്ത് ചെയ്തു? നേരെ ആചാര്യൻ്റെ അടുത്തേക്ക് പോയി. എന്നിട്ട് പറഞ്ഞു, ആചാര്യ, എനിക്ക് അങ്ങയുടെ ശിഷ്യനാവാൻ ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞു. ഉദാരബുദ്ധിയാണ് നമ്മുടെ ആചാര്യർക്ക്. ആരെന്ത് ചോദിച്ചാലും അദ്ദേഹം അത് ചെയ്തു കൊടുക്കും. അങ്ങനെ ഇരിക്കെ ആചാര്യർ നേരെ അയാൾക്ക് ആശ്രയം നൽകാണ്, ഉഗ്രഭൈരവർക്ക്. ഉഗ്രഭൈരവർ യഥാർത്ഥത്തിൽ ആചാര്യനെ വധിക്കാൻ വന്നിരിക്കുകയാണ്. അപ്പോൾ ശരി, ഞാൻ അങ്ങയോട് ഒരു ദയ തോന്നുകയാണ് ആചാര്യർക്ക്. ശിഷ്യന്മാരിൽ ഒരുവനായി മാറുകയാണ് ഈ ഉഗ്രഭൈരവൻ. എന്നിട്ട് കരുതിക്കൂട്ടിയുള്ള പെരുമാറ്റം കൊണ്ട് എല്ലാവരുടെയും ഇഷ്ടം സമ്പാദിച്ചെടുക്കുകയാണ്. ഇങ്ങനെയുള്ള വ്യക്തികൾ നമ്മുടെ ജീവിതത്തിലും വരും. നല്ല സ്നേഹം കാണിച്ചിട്ട് നമ്മളോട് അങ്ങോട്ട് എന്താ പറയുക, നമ്മളെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു സുഹൃത്തായി മാറി നമ്മളെ വഞ്ചിക്കും. അപ്പം അതൊക്കെ എല്ലാവരും ജീവിതത്തിൽ ശ്രദ്ധിക്കണം. എനിക്കും അങ്ങനെയുള്ള അനുഭവങ്ങൾ ഏറെ ഉണ്ടായിട്ടുണ്ട്. എനിവേ, അതൊന്നും കുഴപ്പമില്ല. എല്ലാത്തിൽ നിന്നും ഭഗവാൻ നമ്മളെ രക്ഷിച്ച് കൊണ്ടുവരും. അപ്പോൾ അതേപോലെ ഈ ഉഗ്രഭൈരവൻ ശങ്കരാചാര്യരുടെ ജീവിതത്തിലും വന്നിട്ടുണ്ട്. ഇത്രയും വലിയ ആചാര്യൻ്റെ ജീവിതത്തിൽ വരെ ഇത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാൻ അത്ര നേരം വേണ്ട.